ഏതാണ്ടൊരു 30 വർഷങ്ങൾക്ക് മുന്നമേ, 30 ഒരു 28 വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ആ ആരംഭനാളുകളിൽ ഈ കഠിനമാകുന്ന നട്ടലുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടുണ്ടായി. അസഹനീയമാകുന്ന വേദന നട്ടലിലുണ്ടായി. ഞാനപ്പോൾ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ബോധ്യമുണ്ടായി. പരിശുദ്ധാത്മാവ് നൽകിയ ബോധ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ ഇവിടെ വെച്ച് നീ കീഴ്പ്പെടുത്തണം. നീ ദീർഘമാകുന്ന യാത്രകൾ ചെയ്യുവാൻ വേണ്ടിയുള്ള വ്യക്തിയാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ട് വരും. മണിക്കൂറുകൾ നിന്ന് ശുശ്രൂഷിക്കേണ്ടതായിട്ട് വരും. വ്യത്യസ്ത സാഹചര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നിനക്ക് അസ്ഥികളുമായി ബന്ധപ്പെട്ട് ബലമുണ്ടാകണം. ഞാൻ മണിക്കൂറുകൾ ആ മുറിയിൽ ഇരുന്ന് ആത്മാവിൽ ആരാധിച്ചു, അന്യഭാഷയിൽ ആരാധിച്ചു. എൻ്റെ ശരീരത്തിൽ വലിയ ശക്തി വ്യാപരിച്ചു, ദൈവശക്തി വ്യാപരിച്ചു. എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു. എനിക്കത് വിശദീകരിക്കാൻ കഴിയത്തില്ല. യേശുവിനെ തൊടുമ്പോൾ എന്തോ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി. അതെനിക്ക് വിശദീകരിക്കുവാൻ കഴിയത്തില്ല. അന്ന് എൻ്റെ നട്ടൽ സൗഖ്യമായി. ആരെങ്കിലും ഇങ്ങനെയുള്ള കേട് മുഖാന്തരമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കുക. ധൈര്യത്തോടുകൂടെ എഴുന്നേറ്റ് നടക്കുക. ആ ശക്തി അസ്ഥികളിൽ വ്യാപരിക്കട്ടെ, കാലുകളിൽ വ്യാപരിക്കട്ടെ. ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ അങ്കുരിക്കട്ടെ. ചാടി എഴുന്നേറ്റ് നടക്കുക. കിടക്കയിലായിരിക്കുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കുക. ഇപ്പോൾ തന്നെ എഴുന്നേറ്റിരിക്കുക. മെല്ലെ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ ഒരിക്കൽ യേശു ഒരു ശബത്തിൽ അവിടുന്ന് ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടടുക്ക വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ സൗഖ്യത്തെക്കുറിച്ച് യേശു 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തുനാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് യേശു പറഞ്ഞു. സാത്താൻ 18 സംവത്സരമായി ഈ സഹോദരിയെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. ഈ രോഗബാധ ഒരു ബന്ധനമായിരുന്നു. അവൾക്ക് ആ സൗഖ്യം നടന്നപ്പോൾ അത്ഭുതകരമല്ലേ? അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ രോഗത്തെക്കുറിച്ച് വിവിധ പണ്ഡിതന്മാർ പഠനം നടത്തി അവരുടെ നിഗമനങ്ങൾ പറയുന്നുണ്ട്. കൂന് വരുന്ന ആ രോഗം വിവിധ നിലകളിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കൈപ്പോസിസ് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. ബെൻഡ് ബാക്ക്, റീസൺസ് ഫോർ ബെൻഡ് ബാക്ക്. വളഞ്ഞ നട്ടലുണ്ടാകുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങൾ, ഒന്ന് ബ്രോക്കൺ വെർട്ടിബ്ര, നട്ടലുമായി ബന്ധപ്പെട്ട അസ്ഥിക്ക് കേടുവരുന്നതിൻ്റെ പരിണിതഫലമായിട്ട് ചിലരുടെ നട്ടൽ വളഞ്ഞു പോകുന്നു. മറ്റൊരു കാരണം വീക്ക് ബോൺസ്, ആ വെർട്ടിബ്ര വീക്കായിത്തീരുന്നു. അവിടെയുള്ള അസ്ഥികളുടെ ബലം കുറയുന്നത് മുഖാന്തരമായിട്ട് നട്ടൽ വളഞ്ഞു പോകുന്നു. വേറൊന്ന് ഡിസ്ക് ഡീജനറേഷൻസ്, ഫ്യൂഷൻ ഓഫ് സ്പൈനൽ ഡിസ്ക്സ് ഉണ്ടാകുന്നു എന്ന് ചിലർ പറയുന്നു. ഡിസ്കുകളുടെ സംയോജനം ഉണ്ടാകുന്നു. അത് മുഖാന്തരവും വളഞ്ഞ നട്ടലുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർ കൂനുള്ളവരായി തീരുന്നു. ഈ സ്ത്രീ കൂനിയായി തീർന്നു. വേറെ പഠനം നടത്തുന്ന ചിലർ പറയുന്നത് ഇതൊരു അങ്കുലൂസിങ് സ്പോണ്ടലൈറ്റിസ് ആകുവാൻ സാധ്യതയുണ്ട് എന്ന്. അങ്ങനെ ഒരു രോഗം കൊണ്ടും കൂനുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അങ്കുലൂസിങ് സ്പോണ്ടലൈറ്റിസ്, ഒരു ടൈപ്പ് ഓഫ് സ്പോണ്ടലൈറ്റിസ്. പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ് നട്ടലിൻ്റെ ലോവർ ബാക്കിൽ ഉണ്ടാകുന്നു. അങ്ങനെ അത് മുഖാന്തരമായിട്ട് പ്രോഗ്രസീവായിട്ട് ചില നാളുകൾ കൊണ്ട് അവർ കൂനുള്ളവരായിത്തീരുന്നു. ജോയിൻസിന് പെയിൻ ആകുന്നു, നട്ടിൽ സ്റ്റിഫാകുവാൻ തുടങ്ങുന്നു. അതൊരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. ആ പെയിൻ ഉണ്ടാകുമ്പോൾ ആ പെയിൻ ഒരു ആശ്വാസം കിട്ടുവാൻ വേണ്ടി അവർ കുനിഞ്ഞു തുടങ്ങും. പിന്നീട് അവരുടെ നട്ടല് വളഞ്ഞു പോകുകയാണ്.
ഏത് നിലയിലാണെങ്കിലും ഈ സഹോദരി 18 വർഷമായിട്ട് ഈ രോഗത്താൽ പിടിക്കപ്പെട്ട ഒരു സഹോദരിയായിരുന്നു. എന്നാൽ വളരെ രസാവഹമാകുന്നൊരു കാര്യം, 18 വർഷമായിട്ട് ഖൂനിയായി തീർന്നിരിക്കുന്ന ഈ സഹോദരി അവർ ദേവാലയത്തിൽ ദൈവവചനം കേൾക്കുവാൻ വേണ്ടി കടന്നു വരുന്നു എന്ന് പറയുന്നത് ഒരു മഹാത്ഭുതമാണ്. അവർക്ക് അങ്ങനെ വരേണ്ട കാര്യമില്ല. അവർക്ക് വീട്ടിൽ വിശ്രമിച്ചാൽ മതി. ഇനിയും പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നുമില്ല. വീട്ടിൽ തുടർന്നാൽ പോരെ. എന്നാൽ അവരൊരു തീരുമാനമെടുക്കുകയാണ്, എൻ്റെ നട്ടലുമായി ബന്ധപ്പെട്ട രോഗം, എനിക്ക് പള്ളിയിൽ പോകുവാൻ അല്പം ബുദ്ധിമുട്ടാണ് നൽകിത്തരുന്നത് എങ്കിലും ഞാൻ അതിനകത്ത് എൻ്റെ ഭാഗത്തു നിന്ന് നിർബന്ധമായിട്ടും പള്ളിയിൽ പോകണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേരുകയാണ്. അങ്ങനെ ഈ സഹോദരി ശബത് നാളിൽ പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. യേശു ഉള്ള ആ ദിവസം അവൾ അവിടെ ഉണ്ടായിരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വിടുതലിൻ്റെ സമയത്ത് നിങ്ങൾ അവിടെ അവൈലബിൾ ആകേണ്ടത് ആവശ്യമാണ്. ദൈവം ഒരു പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുകയാണ്. ആ സമയത്ത് നിങ്ങൾ അവിടെ അവൈലബിൾ ആകുമോ? ഒരു രോഗബാധയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ചും ഞാനിന്ന് നട്ടെല്ലുമായി ബന്ധപ്പെട്ട് രോഗമുള്ളവർ, നിങ്ങൾ വിശ്വസിക്കണം, ഇന്ന് നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ ദിവസമാകുവാൻ പോകുന്നു. യേശു നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. ഈ ഭാഗം പ്രത്യേകിച്ചും നട്ടെല്ലുമായി ബന്ധപ്പെട്ട രോഗമുള്ളവർക്ക് ഒരു സൗഖ്യത്തിന് കാരണമാകും. അതുകൊണ്ടാണ് ഈ ഭാഗത്തു നിന്ന് ശുശ്രൂഷിക്കുവാൻ പരിശുദ്ധാത്മാവിനിക്ക് ബോധ്യം തരുന്നത്. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിൻ്റെ ദിവസമാകട്ടെ. നിങ്ങളുടെ ലോവർ ബാക്കിൽ ഇപ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ, ജോയിൻസിൽ പെയിൻ ഉണ്ടെങ്കിൽ, നിങ്ങളിൽ ചിലരുടെ നട്ടെല്ലുകൾക്ക് കേടുവരുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു, ആശുപത്രിയിൽ കടന്നു പോകുന്നു എങ്കിലും അവിടെ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നില്ല എങ്കിൽ, ദൈവവചനം പുറപ്പെടുന്ന ഈ സമയത്ത് അത്ഭുതം സംഭവിക്കും. ഞാൻ ഈ നാളുകളിൽ നമ്മുടെ ചുറ്റുപാടും ശ്രദ്ധിക്കാറുണ്ട്, ഒരുപാട് സ്പൈനുമായി ബന്ധപ്പെട്ട ആശുപത്രികൾ, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അത്തരത്തിലുള്ള ചെറിയ ചെറിയ ആശുപത്രികൾ ഒരുപാട് പൊങ്ങി വരികയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നല്ല ഒരു ശതമാനം ആളുകൾക്ക് നട്ടെല്ലുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഈ കോവിഡിൻ്റെ സമയത്ത് ഒരു പട്ടണത്തിൽ ഈ കസേര വിൽക്കുന്ന കടയിൽ ആളുകൾ തിക്കും തിരക്കും കൂട്ടുകയാണ്. എല്ലാവരും ഓരോ കസേരയെ കയറി പിടിച്ചിരിക്കുകയാണ്. ഈ റിവോൾവിങ് ചെയേഴ്സ് ഉണ്ടല്ലോ, കംഫർട്ടബിളായിട്ട് നട്ടലിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുവാൻ കഴിയുന്ന ചെയേഴ്സ്. ആ ചെയേഴ്സിൽ ഓരോരുത്തർ കയറി പിടിച്ചിരിക്കുകയാണ്. അവരിൽ പലർക്കും നട്ടലുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇരിക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ചെയേഴ്സ് വാങ്ങി അങ്ങനെ അവർ ആ സൗഖ്യം അനുഭവിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. മരുന്ന് എത്ര കഴിച്ചിട്ടും, അലോപ്പതി ശ്രമിച്ചു നോക്കി, ആയുർവേദം ശ്രമിച്ചു നോക്കി, തിരുമ്മി നോക്കി, അങ്ങനെയൊക്കെ ചെയ്തിട്ടും സൗഖ്യം അനുഭവിക്കുവാൻ കഴിയാത്തവരുണ്ട്. ഒരു മിറക്കിൾ ഹീലിംഗ് സംഭവിക്കട്ടെ, ഒരത്ഭുത സൗഖ്യം നട്ടെല്ലിൻ്റെ മേൽ നൽകി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഏതാണ്ടൊരു 30 വർഷങ്ങൾക്ക് മുന്നമേ, 30 ഒരു 28 വർഷങ്ങൾക്ക് മുന്നമേ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ആ ആരംഭനാളുകളിൽ ഈ കഠിനമാകുന്ന നട്ടലുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടുണ്ടായി. അസഹനീയമാകുന്ന വേദന നട്ടലിലുണ്ടായി. ഞാനപ്പോൾ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ബോധ്യമുണ്ടായി. പരിശുദ്ധാത്മാവ് നൽകിയ ബോധ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ ഇവിടെ വെച്ച് നീ കീഴ്പ്പെടുത്തണം. നീ ദീർഘമാകുന്ന യാത്രകൾ ചെയ്യുവാൻ വേണ്ടിയുള്ള വ്യക്തിയാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ട് വരും. മണിക്കൂറുകൾ നിന്ന് ശുശ്രൂഷിക്കേണ്ടതായിട്ട് വരും. വ്യത്യസ്ത സാഹചര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നിനക്ക് അസ്ഥികളുമായി ബന്ധപ്പെട്ട് ബലമുണ്ടാകണം. ഞാൻ മണിക്കൂറുകൾ ആ മുറിയിലിരുന്ന് ആത്മാവിൽ ആരാധിച്ചു, അന്യഭാഷയിൽ ആരാധിച്ചു. എൻ്റെ ശരീരത്തിൽ വലിയ ശക്തി വ്യാപരിച്ചു, ദൈവശക്തി വ്യാപരിച്ചു. എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു. എനിക്കത് വിശദീകരിക്കാൻ കഴിയത്തില്ല. യേശു എന്നെ തൊട്ടു. യേശു എന്നെ തൊടുമ്പോൾ എന്തോ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി. അതെനിക്ക് വിശദീകരിക്കുവാൻ കഴിയത്തില്ല. അന്ന് എൻ്റെ നട്ടൽ സൗഖ്യമായി. ആ വേദന പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി ഞാൻ സുഖമുള്ളവനായി തീർന്നു.
ഇവിടെ ഈ രോഗബാധയുള്ള സഹോദരിയെക്കുറിച്ച് യേശു പറയുന്നത് അവൾക്കൊരു രോഗാത്മാവുണ്ട് എന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന അങ്കിലൂസിങ് സ്പോണ്ടലൈറ്റിസ്, ഹയോപ്പോസിസ്, ഇങ്ങനെയൊക്കെയുള്ള മെഡിക്കൽ ടേംസ് ഉണ്ട്. വളരെ നല്ല ടേംസാണ്. എന്നാൽ ബൈബിൾ പ്രകാരം അതിൻ്റെ പിന്നിൽ ഒരു രോഗാത്മാവുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. നീണ്ട നാളുകളായിട്ട് പല ശുശ്രൂഷകൾ ചെയ്തിട്ടും നിങ്ങളുടെ ബാക്ക് ബോണിന് നിലനിൽക്കുന്ന ഒരു സൗഖ്യം ലഭിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ആ അസ്ഥികളെ കേടുവരുത്തുന്ന എന്തോ ഒരു ഇരുട്ടിൻ്റെ സ്വാധീനം ആ മേഖലയിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ലേ? അങ്ങനെയെങ്കിൽ യേശുവിനാണ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുന്നത്. ഒരു അത്ഭുത സൗഖ്യം യേശുവോട് പ്രത്യേകമായി പറയുന്നുണ്ട്. 18 സംവത്സരമായി സാത്താൻ ഇവളെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. അതൊരു ബന്ധനമാണ്. ആ അസ്ഥി, കുനിഞ്ഞുപോയ അസ്ഥി, കൂനിയായി തീർന്ന സഹോദരി യേശുവളെ സൗഖ്യമാക്കുമ്പോൾ പെട്ടെന്ന് അവൾ നേരെയായി, അവളുടെ അസ്ഥി ആ സമയത്ത് തന്നെ ബലമുള്ളതായി തീരുന്നു. അങ്ങനെ ഒരു മിറക്കിൾ സംഭവിക്കൂ? ബൈബിൾ വളരെ വ്യക്തമായിട്ട് അത് നമ്മളെ പഠിപ്പിക്കുന്നതിനാൽ ഏത് കേട് നിങ്ങളുടെ അസ്ഥിക്ക് വന്നിട്ടുണ്ടെങ്കിലും ഒരു നിമിഷം കൊണ്ട് യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. അല്ല, നിങ്ങൾക്കൊരു പ്രോഗ്രസീവ് ഹീലിംഗ് ആകുന്നുവെങ്കിൽ ഈ വചനം ആവർത്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരിക. വചനം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസ്ഥികളെ സൗഖ്യമാക്കുവാൻ കഴിയും. കൂന് വരുന്ന ചിലരിൽ അത് പ്രോഗ്രസീവ് ആകുന്നു എന്നാണ് പറയുന്നത്. അതൊരു ടൈപ്പ് ഓഫ് ആർത്തറൈറ്റിസ് ആണ്. ഈ ഞാൻ പറഞ്ഞ അങ്കുലീസിങ് സ്പോണ്ടലൈറ്റിസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആർത്തറൈറ്റിസ് ആണ്. അത് പ്രോഗ്രസീവായിട്ടാണ് ആളുകളിൽ ഉണ്ടാകുന്നത്. കുറേ നാളെടുത്തിട്ടാണ് ആൾ കുനിഞ്ഞു തുടങ്ങുന്നത്, കൂനിയായി പോകുന്നത്, അല്ലെങ്കിൽ കൂനനായി പോകുന്നത്. മറിച്ച് യേശുവിൻ്റെ വചനത്താലുള്ള സൗഖ്യം സംഭവിക്കുമ്പോഴും ഒരു പ്രോഗ്രസീവ് ഹീലിംഗും കർത്താവിന് നൽകി തരുവാൻ കഴിയും. ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളെ യേശുവിന് സൗഖ്യമാക്കുവാൻ കഴിയും. അതോടൊന്നിച്ച് തന്നെ കർത്താവിന് ഒരു പ്രോഗ്രസീവ് ഹീലിംഗും നൽകി തരുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം. വചനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചതിന് ശേഷം ആ വചനം ഉപയോഗിച്ച് ശരീരത്തെ സൗഖ്യമാക്കണം. കർത്താവാകുന്ന യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആ രക്ഷയിൽ സൗഖ്യമില്ലേ? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശു 2000 വർഷങ്ങൾക്ക് മുന്നമേ നിങ്ങളുടെ വേദനകളും രോഗങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വ്യഥകളും യേശു ക്രൂശിൽ വഹിച്ചതാകുന്നുവെങ്കിൽ ആ സാധ്യതയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കണം. ആ സാധ്യത എൻ്റേതാകുന്നു, ഞാൻ ദൈവരാജ്യത്തിൽ മകനാകുന്നു, മകളാകുന്നു. അങ്ങനെയെങ്കിൽ സൗഖ്യം എൻ്റെ അവകാശമാകുന്നു. ഞാൻ ആവർത്തിച്ച് പറയുന്നത് പോലെ ചില കാര്യങ്ങൾക്ക് വിശ്വാസവും ഫോഴ്സും ആവശ്യമാണ്. യോഹന്നാൻ സ്നാപകൻ്റെ നാൾ മുതൽ ഇന്നുവരെ ദൈവരാജ്യം ബലാത്കാരം ചെയ്യപ്പെടുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു. ബലം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ആ സൗഖ്യം അവിടെ സംഭവിക്കാൻ വേണ്ടി നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്നതോടൊന്നിച്ച് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ബലം പുറപ്പെടുവിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത്. കർത്താവ് ആ സൗഖ്യത്തെ ശരീരത്തിൽ യാഥാർത്ഥ്യമാക്കും. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ബ്യൂട്ടിഫുൾ. അവിടുന്ന് നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. അങ്ങനെയെങ്കിൽ അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുകയാണ്. അവിടുത്തെ അടിപ്പിണരാലുള്ള സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കും. ഈ സമയത്ത് തന്നെ ഈ വചനത്തിലൂടെ പുറപ്പെടുന്ന ശക്തി നിങ്ങളുടെ ശരീരങ്ങളെ തൊടുവാൻ പോകുന്നു, അസ്ഥികളെ തൊടുവാൻ പോകുന്നു. സ്പൈന് കേട് സംഭവിച്ചു പോയെങ്കിൽ, നട്ടലിന് കേട് സംഭവിച്ചു പോയെങ്കിൽ ആ നട്ടലിൽ
അത്ഭുത സൗഖ്യം സംഭവിക്കാൻ പോകുന്നു. ആ രോഗാത്മാവ് ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. യേശുവിൻ നാമത്തിലുള്ള സൗഖ്യം വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക. അവിടുന്ന് നിങ്ങളെ ഇപ്പോൾ തന്നെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും ഇങ്ങനെയുള്ള കേട് മുഖാന്തരമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കുക. ധൈര്യത്തോടുകൂടെ എഴുന്നേറ്റ് നടക്കുക. ആ ശക്തി അസ്ഥികളിൽ വ്യാപരിക്കട്ടെ, കാലുകളിൽ വ്യാപരിക്കട്ടെ. ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ അങ്കുരിക്കട്ടെ. ചാടി എഴുന്നേറ്റ് നടക്കുക. കിടക്കയിലായിരിക്കുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റിരിക്കുക. ഇപ്പോൾ തന്നെ എഴുന്നേറ്റിരിക്കുക. മെല്ലെ ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക. ഒരത്ഭുതം കർത്താവാകുന്ന യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. വചനത്തിലൂടെയുള്ള അത്ഭുത സൗഖ്യത്തെ അവിടുന്ന് നിങ്ങളുടെ മേൽ അയക്കുന്നു. ഈ സമയത്ത് തന്നെ അത് സംഭവിക്കുകയാണ്. വിശ്വാസത്തോടുകൂടെ നിങ്ങളത് സ്വീകരിക്കുക. ഒരു വലിയ അത്ഭുത സൗഖ്യത്തെ കർത്താവ് നിങ്ങളുടെ മേൽ അയക്കുന്നു. കൂനിയാകുന്ന ഈ സ്ത്രീയുടെ മേൽ അവളുടെ നട്ടലിനെ സൗഖ്യമാക്കി. ഒരു നിമിഷം കൊണ്ട് അവളുടെ നട്ടലിനെ സൗഖ്യമാക്കി. അവളുടെ അസ്ഥികളിൽ വ്യാപരിച്ചിരുന്ന രോഗാത്മാവിനെ യേശു പുറത്താക്കിയെങ്കിൽ അതേ യേശു ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. അവിടുന്ന് നിങ്ങളെ തൊടുവാൻ ശക്തനാകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അസാധാരണമാകുന്ന ഒരു ദൈവസാന്നിധ്യം ഇപ്പോൾ തന്നെ നിങ്ങളെ സ്പർശിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യണമേ. പ്രത്യേകിച്ച് നട്ടലിൻ രോഗമുള്ളവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അവരുടെ ആ സ്പൈനുമായി ബന്ധപ്പെട്ട എല്ലാ അസ്ഥികളിലും ഇപ്പോൾ സൗഖ്യം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആരെങ്കിലും ബെൻറ്റ് ബാക്ക് ഉള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ ആമേൻ ആ അസ്ഥികളിൽ വന്നിരിക്കുന്ന വളവുകൾ അപ്രത്യക്ഷമായി അതിൻ്റെ പിന്നിലുള്ള ദുരാത്മാക്കൾക്ക് ആ അസ്ഥികളിൽ നിന്ന് വിട്ടുപോയി. ഈ പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കഴിയുന്ന നിലയിൽ കർത്താവ് ഈ പ്രിയപ്പെട്ടവരെ തൊട്ടു സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമായിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഉദ്ധരിക്കണം, വിടുവിക്കണം. ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടിലുള്ളവരെയും കർത്താവ് വിടുവിക്കണം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി കർത്താവ് അത്ഭുത വഴികളെ തുറക്കണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണം. വലിയ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ മനോഹര ദിനത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കാളികളായ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. വിശേഷിച്ച് ഞങ്ങളുടെ പ്രഭാത സന്ദേശം ആമേൻ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒരു മെസ്സേജ് ഇടുക. നിങ്ങളെയും ആ ഗ്രൂപ്പിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. ജീസസ് റെയിൻസ് റേഡിയോ 24 മണിക്കൂർ നിങ്ങൾക്ക് ദൈവവചനം കേൾക്കുവാൻ കഴിയും. പ്ലേ സ്റ്റോറിലേക്ക് പോവുക, ആപ്പ് സ്റ്റോറിലേക്ക് പോവുക, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് 4 AM ടങ്സ് പ്രെയർ ഉണ്ട്. ജോയിൻ ചെയ്യുക. മീറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ ലഭ്യമാണ്. എല്ലാ ബുധനാഴ്ചയും രാത്രി 11 മണിക്ക് നൈറ്റ് പ്രെയർ ഉണ്ട്. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ഈ ശുശ്രൂഷകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പങ്കാളികളാകുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഈ സന്ദേശം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.